ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സേ എന്ന് പറയുന്ന വെർബ്, അതായത് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് സേ, സേയിങ്, സെഡ്, അതുപോലെ സേസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സെന്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിന്റെ 11th ഡേ ആണ് ഇന്ന്. അപ്പോൾ അത് എല്ലാവരും മുടങ്ങാതെ ആ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുക കേട്ടോ. നമുക്ക് ഓരോരോ വെർബുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സേ പറയുക എന്നാണല്ലോ ഫസ്റ്റ് സെന്റൻസ്. നമ്മളൊക്കെ പറയാറുണ്ട് അത് പറയരുത് അല്ലേ. ഇപ്പൊ പൊതുവായിട്ട് നമ്മൾ ബേസ് ഫോമായ സേ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓക്സിലറീസിന്റെ കൂടെയാണ് അല്ലെ. ഏതെല്ലാം ഓക്സിലറി നമ്മൾ പറയുന്നു? ക്യാന്, കുഡ്, ഡു, ഡസ്, ഇങ്ങനെയുള്ള എല്ലാ ഓക്സിലറീസിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് സേ എന്ന് പറയുന്ന ബേസ് ഫോമാണ്. അത് പറയരുത്, അത് പറയരുത് എന്ന് പറയുമ്പോൾ അരുത് എന്ന് പറയാൻ നമുക്കറിയാം ഡോണ്ട് ആണ് അല്ലെ. ഡോണ്ട് സേ ദാറ്റ്, ഡോണ്ട് സേ ദാറ്റ്, അത് പറയരുത്. ഓക്കെ, ഇനി ഇങ്ങനെ പറയാണ്, ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാവായോ ക്ലിയർ ആവായോ കേൾക്കായോ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ദയവായി വീണ്ടും പറയൂ, അല്ലെങ്കിൽ വീണ്ടും അത് പറയൂ എന്ന് പറയാറുണ്ടല്ലോ. സേ ഇറ്റ് അഗെയിൻ പ്ലീസ്, സേ ഇറ്റ് അഗെയിൻ പ്ലീസ് അല്ലേ. ദയവായി ഒന്നുകൂടി അത് പറയൂ എന്നാണ്. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, നീ എന്തെങ്കിലും പറയൂ അല്ലേ, നീ എന്തെങ്കിലും പറയൂ എന്ന് പറയാറുണ്ടല്ലോ. സേ സംതിങ്, നീ എന്തെങ്കിലും പറയോ എന്നാണ്. അപ്പം യു സേ സംതിങ് എന്നൊന്നും പറയൂല കേട്ടോ, അത് തെറ്റാണ്. അവിടെ നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്യണം എന്നില്ല. കാരണം നീ എന്തെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാണ്, അവിടെ നമ്മൾ സബ്ജക്റ്റിന്റെ ആവശ്യമില്ല. സേ സംതിങ്. ഓക്കെ, ഒന്നുകൂടി പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ പറയാം, പ്ലീസ് സേ സംതിങ്, ദയവായി എന്തെങ്കിലും പറയൂ. ഓക്കെ, എനിക്ക് അവനോട് എന്തെങ്കിലും പറയണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് അവനോട് എന്തെങ്കിലും പറയണം. ഇവിടെയും എന്തെങ്കിലും പറയണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പൊ വാണ്ട് ടു നമുക്ക് യൂസ് ചെയ്ത് പറയാം. ഐ വാണ്ട് ടു സേ, ഇവിടെയും നമ്മൾ വെർബ് V1 ഫോം, അതായത് സേയുടെ ബേസ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാണ്ട് ടു, നീഡ് ടു, ഹാവ് ടു, ഇങ്ങനെയുള്ള സംഭവത്തിന്റെ കൂടെ ഒക്കെ നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ വോണ്ട് ടു സേ സംതിങ് ടു ഹിം, ഐ വോണ്ട് ടു സേ സംതിങ് ടു ഹിം, എനിക്ക് അവനോട് എന്തെങ്കിലും പറയണം. ഓക്കെ, അപ്പോ ഇങ്ങനെ സേ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ പറയാം, അതായത് നമ്മൾ ഓൺ ദി സ്പോട്ടിൽ പറയുകയാണെങ്കിൽ, അതായത് സേയിങ് ING ഫോം യൂസ് ചെയ്ത് പറയുമ്പോൾ, ഈ ING ഫോം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഈസാറാം വരുന്ന സമയത്താണ് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഈസാറാം യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെയാണ് നമ്മൾ വെർബിന് ING ഫോം യൂസ് ചെയ്യുന്നത്. നീ എന്താണ് പറയുന്നത്? ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക നീ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുകയാണ്, അവിടെ നീ എന്താണ് പറയുന്നത്? വാട്ട് ആർ യു സേയിങ്, വാട്ട് ആർ യു സേയിങ്, നീ എന്താണ് പറയുന്നത്? ഇവിടെ സേയിങ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കൊണ്ട് തന്നെ ആമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഐ എം നോട്ട് സേയിങ് എനിത്തിങ് അല്ലേ. ഐ എം നോട്ട് സേയിങ് എനിത്തിങ്. ഇവിടെ ഈസാറാം വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബ് ING ഫോമിലായിരിക്കുക. ഐ എം നോട്ട് സേയിങ് എനിത്തിങ്. ഓക്കെ, അവൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷി ഈസ് അല്ലെ, ഈസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആറ് നമ്മൾ യൂസ് ചെയ്തു. ഷി ഈസ് സേയിങ് ദ ട്രൂത്ത്, ഷി ഈസ് സേയിങ് ദ ട്രൂത്ത്, അവൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ V2 എങ്ങനെ നോക്കാം. അതായത് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് V2 സെഡ് ആണ് അല്ലെ. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാണ്. അവസാനം നമുക്ക് കുറച്ച് ലോങ് സെന്റൻസ് നോക്കണം കേട്ടോ. അതായത് കുറച്ച് ലോങ് സെന്റൻസിൽ നമ്മുടെ ഓക്സിലർ വരുമ്പം എങ്ങനെ സേ യൂസ് ചെയ്ത് പറയാം എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുള്ളത്. അപ്പോ സെഡ് എങ്ങനെ യൂസ് ചെയ്യാം? അവൻ വരുമെന്ന് പറഞ്ഞു അല്ലെ, അവൻ വരുമെന്ന് പറഞ്ഞു. He said he will come, he said he will come, he said അവൻ പറഞ്ഞു he will come, അവൻ വരുമെന്ന്. ഓക്കെ, ഞാൻ സോറി പറഞ്ഞു, ഞാൻ എന്തോ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തോ ഒരാളോട് പറഞ്ഞു, ഞാൻ സോറി പറഞ്ഞു. I said sorry, I said sorry, ഞാൻ സോറി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, എന്തോ ഒരു കാര്യമാണ് അത് കണ്ടു കഴിഞ്ഞപ്പം പറയാണ് അവർ അത് നല്ലതാണെന്ന് പറഞ്ഞു. അവിടെ അത് കഴിഞ്ഞ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അവർ അത് നല്ലതാണ്
നല്ലതാണെന്ന് പറഞ്ഞു. They said it was good. They said it was good. അവർ അത് നല്ലതാണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ, നേരത്തെ നമ്മൾ നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ചില സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്, നീ എന്താ പറയുന്നത്, അത് നമ്മൾ പഠിച്ചു. ഇനി ചില സിറ്റുവേഷനിൽ നീ എന്താ പറഞ്ഞത്, എപ്പോഴോ പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞത്, എപ്പോഴോ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് അല്ലെ. വാട്ട് ഡിഡ് യു സേ, നേരത്തെ നമ്മൾ വാട്ട് ആർ യു സേയിങ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പറയുന്നത് എന്താണ്, വാട്ട് ഡിഡ് യു സേ അല്ലേ. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർബ് V1 ഫോം ആണ്, പക്ഷെ ഇത് പാസ്റ്റ് ആണല്ലോ. അപ്പോ എന്താണ് നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, അതിനുശേഷം നമ്മുടെ പാസ്റ്റിനെ ഡിവൈഡ് ചെയ്ത ഡിഡ്, വാട്ട് ഡിഡ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെർബ് V1 ഫോം ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞത്, പറഞ്ഞത് എന്ന് പറയുമ്പോൾ വാട്ട് ഡിഡ് യു സേ, പറയുന്നത് എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു സേ. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല, ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്, ഇവിടെ ശ്രദ്ധിക്കണം, ഞാനൊന്നും പറഞ്ഞില്ല. I didn't അല്ലേ, I didn't say, അങ്ങനെ പറയുമ്പോഴും നമ്മൾ വെർബ് V1 ഫോം ആണ് വരുന്നത്. I didn't say anything, ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയാറുണ്ടല്ലോ, ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് നമ്മൾ ഓക്സിലറി ആയി യൂസ് ചെയ്യേണ്ടത്, ഹാഡ് ആണ്. I had said earlier, I had said earlier. ഇവിടെ എന്താ സെഡ് വന്നത്, V3 ആണ് കേട്ടോ. V3യും V2വും സെഡ് തന്നെയാണ്, പക്ഷേ നമ്മുടെ ഹാവ് ആസിന്റെ കൂടെ, ഹാവ് ഹാസ് ഹാഡ്, ഇതിന്റെ കൂടെ നമ്മൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ആമെന്ന് പറയുമ്പോൾ ING ഫോമിലാണ് വെർബ് വരേണ്ടത്. ബാക്കിയുള്ള ഓക്സിലറീസിന്റെ കൂടെയൊക്കെ V1 ഫോം ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതായത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പറയാണ്. ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്, ഐ ഹാവിന്റ് സെഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ സേ യൂസ് ചെയ്യുന്നൊരു വേറെ ഫോമാണ് സേസ് എന്ന് പറയുന്നത്. അതായത് സേയുടെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഡസിന്റെ സ്ഥാനത്ത്, അതായത് സിംഗുലർ സബ്ജക്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും അല്ലെ. ഫോർ എക്സാമ്പിൾ, അവൻ തിരക്കിലാണെന്ന് പറയുന്നു, അതായത് അവൻ തിരക്കിലാണെന്ന് പറയുന്നു. He says he is busy. He says he is busy. അവൻ തിരക്കിലാണെന്ന് പറയുന്നു. ഓക്കെ, ഇനി പറയാണ്, അവൾ സിനിമ നല്ലതാണെന്ന് പറയുന്നു, അവൾ സിനിമ നല്ലതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ പറയാറുണ്ട്. She says the movie is nice. She says the movie is nice. അവൾ പറയുന്നു സിനിമ നല്ലതാണെന്ന്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ ആരോടാ പറഞ്ഞത്, നീ ആരോടാ പറയുന്നത് എന്നല്ല, നീ ആരോടാ പറഞ്ഞത്. പറയുന്നത് എന്നാണെങ്കിൽ അവിടെ സേയിങ് വരും, പറഞ്ഞത് എന്നാണെങ്കിൽ എന്ത് വരും, who did you say it to? Who did you say it to? നീ ആരോടാ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്, എങ്ങനെ പറയാം, ഐ ഹാവ് സംതിങ് ടു സേ. ഐ ഹാവ് സംതിങ് ടു സേ എന്ന് പറയാം, എനിക്ക് ചിലത് പറയാനുണ്ട്. നമ്മൾ കുട്ടികളോട് പറയണം, ശരിയായ ഉത്തരം പറയൂ, ശരിയായ ഉത്തരം പറയൂ എന്ന് പറയാറുണ്ട്. സേ ദ കറക്റ്റ് ആൻസർ, സേ ദ കറക്റ്റ് ആൻസർ, ശരിയായ ഉത്തരം പറയൂ. ഞാൻ വീട്ടിലെത്തിയ ഉടനെ അത് പറയാം, എന്തോ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്, അത് പുറത്തുനിന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പൊ നമ്മൾ എന്താ പറയാറ്, ഞാൻ വീട്ടിലെത്തിയ ഉടനെ അത് പറയാം എന്നെങ്ങനെ പറയാം, വരാനിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഐ വിൽ സേ ഇറ്റ് ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം. ഐ വിൽ സേ ഇറ്റ് ആസ് സൂൺ ആസ് ഐ റീച്ച് ഹോം, ഞാൻ വീട്ടിലെത്തിയ ഉടനെ അത് പറയാം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സേ എന്നുള്ള വെർബിന്റെ പല രൂപങ്ങളുമാണ് അല്ലെ. സേ, അതുപോലെ സേസ്, സേയിങ്, സെഡ്, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു. ഒരു വെർബിന്റെ തന്നെ പല രൂപങ്ങളും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റൻസ് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുക. ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് സജസ്റ്റ് ചെയ്യാം. നീ അവളോട് പാർട്ടിക്ക് വരാൻ പറഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും? നീ അവളോട് പാർട്ടിക്ക് വരാൻ പറഞ്ഞോ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റൻസ് അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യുക. കമന്റ് ബോക്സ് ഫ്രീ ആയി കിടക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ക്ലാസ്സിനോട് അനുബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക്
കമന്റ് ആയിട്ട് അറിയിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അതും അറിയിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീണ്ടും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.